ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 8 സൗണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ സൗണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഒട്ടും പുതുമയുള്ളതല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു കുട്ടി എന്തോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ചിന്തിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഓരോ ഫിസിക്സിൻ്റെ ഓരോ ചാപ്റ്ററും നമുക്ക് ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇട്ട് തന്നിട്ടാണ് ചാപ്റ്റർ എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം, എന്താണെന്ന് നോക്കാം. ദോ ദ ബെൽ ഈസ് വർക്കിംഗ് ദ സൗണ്ട് കാൺ ബി ഹിയർഡ്. ഇവിടെ കുട്ടി പറയുന്നത് എന്താ, ബെല്ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് അല്ലേ. അപ്പോൾ ഒരു പക്ഷേ എന്തായിരിക്കും അതിനൊരു കാരണം? ഈ കുട്ടിക്ക് ചെവി കേൾക്കാഞ്ഞിട്ടാണ് അങ്ങനെ വല്ല അഭിപ്രായവും നിങ്ങൾക്ക് പറയാനുണ്ടോ, അതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ദ ചൈൽഡ് കാനോട്ട് ഹിയർ ദ സൗണ്ട് ഈവൻ ദോ ദ അലാം ഇൻസൈഡ് ദ ബെൽ ജാർ ഈസ് റിംഗിങ്. വാട്ട് ഈസ് ദ റീസൺ? ഹാവ് യു ഓൾസോ ഹാഡ് സച്ച് ഡൗട്ട്സ്? ഇവിടെ കുട്ടിക്ക് ആ ബെൽ ജാറിൻ്റെ ഉള്ളിലുള്ള അലാറം അടിച്ചിട്ടും ആ കുട്ടിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഞാനിങ്ങനെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളോ വീട്ടിലിരുന്ന് വായിക്കില്ല. ഒരു പക്ഷേ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇതുപോലെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ടാവില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ആവശ്യമുള്ള ഭാഗം മാത്രം കേട്ടാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളോട് പറഞ്ഞു വന്നത്, നമ്മൾ ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ശബ്ദമില്ലാത്തൊരു ലോകത്തെപ്പറ്റി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പ്രകൃതിയിൽ നിന്നും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, മനുഷ്യനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദമില്ലാത്തൊരു ലോകം ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ശബ്ദമില്ലാത്തൊരു ലോകം എന്ന് മാത്രമല്ല, നമ്മൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ സൗണ്ട്സ് ഫെമിലിയർ ടു യു? Write them down. The ringing sound of the school bell, the song of cuckoos, the rolling sound of thunder. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്കൂൾ ബെല്ല് മുഴങ്ങുമ്പോഴുള്ള ശബ്ദം, അതുപോലെ തന്നെ കുയിലിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ ഇടിനാദം തുടങ്ങിയൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങളടുത്ത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 2 പോയിന്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഓഫ് ദ ഹോൺ ഓഫ് വെഹിക്കിൾസ്, സൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് മെഷീൻസ്. ഇനി ഇവിടെ സൗണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് ഈസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ഗീവ്സ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, അതായത് ശ്രവണബോധം ഉളവാക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് വേർ സൗണ്ട് ഈസ് യൂസ്ഫുൾ ഇൻ ഡെയിലി ലൈഫ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ശബ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. ടു എൻജോയ് മ്യൂസിക്. ഇനി നമുക്ക് വേറെ എന്ത് പറയാം? വേറെ നമുക്ക് ആഡ് ചെയ്യാം. ഫോർ കമ്മ്യൂണിക്കേഷൻ, റിംഗ് ടോൺ സൗണ്ട്സ് ടു ഇൻഡിക്കേറ്റ് ഫോൺ കോൾസ്, അലാം സൗണ്ട്സ് ടു ഇൻഡിക്കേറ്റ് ടൈം. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫോൺ കോൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള റിംഗ് ടോണുകൾ, പിന്നെ അതുപോലെ തന്നെ സമയം മനസ്സിലാക്കാനുള്ള അലാറങ്ങളൊക്കെ. നെക്സ്റ്റ്, വാട്ട് മേ ബി ദ റീസൺ ഫോർ ദ സൗണ്ട് ഫ്രം ദിസ് ബെൽ. ഈ ബെല്ലിൽ നിന്നും ശബ്ദമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തോ കാരണം എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹൗ ഈസ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ്? ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. മേക്ക് എ ഡിവൈസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സൗണ്ട് യൂസിങ് എ പെൻസിൽ ബോക്സ്, റബ്ബർ ബാൻഡ് ആൻഡ് പെൻസിൽ ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻസിൽ ബോക്സ്, റബ്ബർ ബാൻഡ്, കുറച്ച് 1-2 പെൻസിലുകളൊക്കെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെൻസിൽ ബോക്സ് കണ്ടപ്പോൾ ഞാൻ എന്തോ മരത്തിൻ്റെ കഷ്ണമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡും അതുപോലെ തന്നെ പെൻസിലുകളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് വലിച്ച് വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡു യു ഹിയർ ദ സൗണ്ട്? നിങ്ങൾ ആ ശബ്ദം കേട്ടോ എന്നാണ് ചോദിക്കുന്നത്. ശബ്ദം കേട്ടില്ലേ? ശരി. ഡു യു ഫീൽ ദ റബ്ബർ ബാൻഡ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് റാപ്പിഡ്ലി? അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് റബ്ബർ ബാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ചലിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അനുഭവപ്പെടുന്നത്? ശബ്ദം ഉണ്ടാവും അല്ലേ. വാട്ട് കൈൻഡ് ഓഫ് മോഷൻ ഈസ് ദ റബ്ബർ ബാൻഡ് ഇൻ? റബ്ബർ ബാൻഡിന് ഏത് തരത്തിലുള്ള മോഷൻ ഉണ്ടാവണേ? വൈബ്രേഷനാണ് ഉണ്ടാവുന്നത് അല്ലേ. ഇതിന് താഴെ ഒരു ആക്ടിവിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഞാനത് വായിക്കണില്ല, നിങ്ങൾ വായിച്ചോണം. ലെറ്റ് us ട്രൈ അനദർ ആക്ടിവിറ്റി. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ അത്. എക്സൈറ്റ് എ വൺ പ്രോങ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ബൈ സ്ട്രൈക്കിംഗ് ഇറ്റ് വിത്ത് എ റബ്ബർ ഹാമർ. ബ്രിങ് ദ എക്സൈറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ക്ലോസ് ടു ദ ഇയർ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിനെ ഒരു റബ്ബറിൻ്റെ ഹാമർ കൊണ്ട് അടിച്ചതിന് ശേഷം ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ആ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലേ. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? ജെൻ്റ്ലി ടച്ച് ദ പ്രോങ്സ് ഓഫ് ദ ട്യൂണിംഗ് ഫോർക്ക്. അതിനെ മെല്ലെ അതിൻ്റെ ഒന്ന് ടച്ച് ചെയ്യാന്നുണ്ടെങ്കിലോ നമുക്ക് ആ ഒരു വൈബ്രേഷൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് ടച്ച് ദ പ്രോങ്സ് ജെന്റിലി വൺ ഓഫ് ദ സർഫസ് ഓഫ് ദ വാട്ടർ ഇൻ ദ ബൗൾ as shown in figure. ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ ട്യൂണിംഗ് ഫോർക്കിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം പാത്രത്തിലെ വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതിൽ നിന്നും വെള്ളങ്ങൾ ഇങ്ങനെ തെറിച്ചു പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വെള്ളത്തുള്ളികൾ തെറിച്ചു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷനാണ്. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് അഗൈൻ ആൻഡ് ഹോൾഡ് ബോത്ത് ഇറ്റ്സ് പ്രോങ്സ് ഫേംലി വിത്ത് യുവർ ഹാൻഡ്സ്. ക്യാൻ യു ഹിയർ ദ സൗണ്ട്? ഈസ് ദ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റിംഗ് നൗ? വാട്ട് ഈസ് ദ ഇൻഡിഫറൻസ് ഡ്രോൺ ഫ്രം ദി ഒബ്സർവേഷൻ? അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ വൈബ്രേഷൻ ചെയ്യുന്ന ഭാഗത്തിന് നമ്മുടെ കൈ കൊണ്ട് പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പിന്നെ അവിടെ വൈബ്രേഷനൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഓബ്ജക്റ്റ്. അപ്പോൾ വസ്തുക്കളുടെ വൈബ്രേഷൻ മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം. സൗണ്ട് സോഴ്സസ് ആർ ഓബ്ജക്ട്സ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓബ്ജക്റ്റുകളെയാണ് സൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് സൗണ്ട് സോഴ്സസ്. ട്യൂണിംഗ് ഫോർക്ക്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ലൗഡ് സ്പീക്കർ, റേഡിയോ, ഹോൺ ഓഫ് വെഹിക്കിൾസ്. ഹാവ് യു എവർ നോട്ടീസ്ഡ് ദ പാർട്സ് ദാറ്റ് വൈബ്രേറ്റ് വൈൽ പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒക്കെ പേര് അടയാളപ്പെടുത്താനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫ്ലൂട്ട് തന്നിട്ടുണ്ട്, മൃദംഗം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം തബല, വയലിൻ, അതുപോലെ തന്നെ ഗിറ്റാർ. ഇപ്പോൾ പറഞ്ഞ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സ് ഏതൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലൂട്ടാണ്. ഇതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എയർ കോളം. മൃദംഗത്തിൻ്റെ ഡയഫ്രം, തബലയുടെ ഡയഫ്രം, വയലിൻ സ്ട്രിങ്സ്, ഗിറ്റാറിൻ്റെ സ്ട്രിങ്സ്. ഇനി അവരായിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ വൈബ്രേറ്റിംഗ് പാർട്സും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. വീണയിൽ തന്നിരിക്കുന്നത് സ്ട്രിങ്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് എയറും ഫ്രെയിമാണ്. വയലിൻ്റെ സ്ട്രിങ്സ് ആണ്, എയറും ഫ്രെയിമാണ്. ഇലത്താളം, മെറ്റൽ പാർട്ട്, എയർ. തബലയുടെ ഡൈഫ്രാണ്, എയർ കോളം ഇൻസൈഡ് ദ തബല, ദ വുഡൻ ഫ്രെയിം. പിന്നെ ഹാർമോണിയത്തിൻ്റെ റീഡ്സ് ആണ്, എയർ ഫ്രെയിമാണ്. പിന്നെ അതുപോലെ തന്നെ ചെണ്ടയുടെ ഡൈഫ്രാണ്. അതേപോലെ തന്നെ അതിൻ്റെ വുഡൻ ഫ്രെയിം, ദ എയർ കോളം ഇൻസൈഡ് ദ ചെണ്ട. ഇതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. എവരി സോഴ്സ് ഓഫ് സൗണ്ട് ഹാസ് മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ്. അതായത് ഓരോ സൗണ്ട് സോഴ്സിനും അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കുന്നു. ദ സൗണ്ട് വി ഹിയർ ഫ്രം ദ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് എ റിസൾട്ട് ഓഫ് വൈബ്രേഷൻസ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് ദ സോഴ്സ് ആൻഡ് ദ വൈബ്രേഷൻസ് ഓഫ് ദ സറൗണ്ടിങ് എയർ. അതായത് ഒരു സൗണ്ട് സോഴ്സിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് ആ സോഴ്സിൻ്റെ പല ഭാഗങ്ങളുടെയും കമ്പനങ്ങളുടെയും അതുപോലെ ചുറ്റുമുള്ള എയറിൻ്റെ കമ്പനങ്ങളുടെയും ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് ശ്രവിക്കാൻ കഴിയുന്നത്. The vibrations of the main part and the associated parts help to make the sound from the musical instruments more pleasant and intense. ഇനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ശബ്ദം നമുക്ക് കൂടുതൽ പ്ലീസൻ്റ് ആവാൻ കാരണം, അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദത്തിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കാനുമുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പാർട്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, വിച്ച് പാർട്ട് വൈബ്രേറ്റ് മെയിൻലി വെൻ ഐ സ്പീക്ക്? ആ ഒരു കുട്ടിക്കൊരു സംശയം, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടച്ച് യുവർ ത്രോട്ട് വൈൽ സ്പീക്കിംഗ് ലൗഡ്ലി, ഡോൺ യു ഫീൽ ദ വൈബ്രേഷൻ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ തൊണ്ടയിൽ ഒന്ന് കൈവച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ വോക്കൽ കോഡ്സ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദി ലാരിങ്സ് വൈബ്രേറ്റ്. അപ്പോൾ ഇവിടെ ശബ്ദം എങ്ങനെയുണ്ടാകുന്നതെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നത് നമ്മുടെ ശ്വാസനാളത്തിൻ്റെ മുകൾ ഭാഗത്ത് അപ്പർ പാർട്ടിൽ ഈ ലാരിങ്സിലുള്ള വോക്കൽ കോഡ് കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആർ ദ വോക്കൽ കോഡ്സ് ദ ഓൺലി പാർട്ട് ദ വൈബ്രേറ്റ് ദാറ്റ് വൈബ്രേറ്റ് വെൻ വി സ്പീക്ക്? അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ വോക്കൽ കോഡ് മാത്രമായിരിക്കുമോ വൈബ്രേറ്റ് ചെയ്യുന്നത്? ലിസ്റ്റ് ദ അസോസിയേറ്റഡ് പാർട്സ് ദാറ്റ് ആർ ലൈക്ക് ടു വൈബ്രേറ്റ്. അപ്പോൾ അത് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മസിൽസ് തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ത്രോട്ട്, ലിപ്സ്, മൗത്ത്, ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് ദ മെയിൻ പാർട്ട് ദാറ്റ് വൈബ്രേറ്റ് വെൻ ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ പ്ലേഡ്? മൃദംഗം, ഫ്ലൂട്ട്, ഗിറ്റാർ. നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി പറയാം. മൃദംഗത്തിൻ്റെ വരുന്നത് ഡയഫ്രാണ്, ഫ്ലൂട്ടിൻ്റെ എയർ കോളം, ഗിറ്റാറിൻ്റെ ഏതാ വരണത്? സ്ട്രിങ്സ് ആണ് വരണത്.
ലിസ്റ്റ് ദ നെയിംസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ വിച്ച് ദ എയർ കോളം വൈബ്രേറ്റ്സ് ആസ് ദ മെയിൻ ഓർ അസോസിയേറ്റഡ് പാർട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ അല്ലെങ്കിൽ എയർ കോളമോ വൈബ്രേറ്റ് ചെയ്യുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേര് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഫ്ലൂട്ട്, ഹാർമോണിയം, പിയാനോ, വയലിൻ, വീണ, ഗിറ്റാർ, ചെണ്ട, തബല, ഡ്രം. കുറേ പേരൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ആഡ് ചെയ്തോ കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ നിന്നും മുൻപുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ജീവികളുടെ പേരുകളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശബ്ദമുണ്ടാകാനായിട്ട് അവയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ മോസ്കിറ്റോ വന്നിട്ടുണ്ട്. മോസ്കിറ്റോൻ്റെ വിങ്സ് ആണ്. അതുപോലെ തന്നെ ചീവീടിൻ്റെ വിങ്സ് ആണ്. അതുപോലെ തന്നെ കുക്കു ദ വോക്കൽ കോഡാണ്. ഇതോടുകൂടി ഞാൻ ഫസ്റ്റ് പാർട്ടോട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളടുത്ത് റീപ്ലൈ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലരും തരാറില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കണില്ല വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായമൊന്നും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.